Dear children, in our previous lessons, we were looking at multiplication of decimals with 10. In today's session, first, I'll show you the answers for the worksheet that was given yesterday, and we'll continue with the same topic of multiplication of decimals by 10, and we'll slowly proceed to multiplication of decimals by 100 and thousands in the coming classes. So, let us move forward. First, let us discuss the answers for the worksheet that was given yesterday. So, the first question given was 15.02 into 10. To do 15.02 into 10, what we did was we considered this as a single number. This 1502 into 10 എന്ന് പറഞ്ഞപ്പോൾ when you multiply by 10, we add a 0 at the end. Now, since there are 2 digits after decimal place in the question, answer should also have 2 digits after decimal point in the product. അതായത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിലും എന്ത് വേണം, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 2 പ്ലേസസ് വേണം അല്ലേ. സോ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും. അതുകൊണ്ട് 1 2 ഇവിടെ കിട്ടും. So the answer that we got was 1 5 and last zeros വന്നാൽ അത് കൺസിഡർ ചെയ്യണ്ട എന്ന് പറഞ്ഞു. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് if the rightmost digit is 0, we need not consider that 0. Certain important points, അതായത് എല്ലാവരുടെയും 0 വന്നാൽ നെഗ്ലെക്ട് ചെയ്യാൻ പറ്റില്ല. But if a decimal point appears after, if a 0 appears after the decimal point and it occupies the rightmost digit, അതായത് decimal point കഴിഞ്ഞിട്ട് ഏറ്റവും rightmost placeൽ 0 വരികയാണെന്നുണ്ടെങ്കിൽ ഈ 0 കൺസിഡർ ചെയ്യേണ്ടതാണ്. ഈ 0 വേറെ എവിടെയാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് മോസ്റ്റ്, അതും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് 0 വരികയാണെങ്കിൽ we need not consider one. So the answer that we got was 150.2. 150.2. I'm going to make an important point. അതുകൊണ്ടാണ് ഈ ആൻസറിനെ ഇതിന്റെ താഴെ എഴുതുന്നത്. Now the next question given was 73 into 10. So we know when ആദ്യം digits മാത്രം consider ചെയ്യാൻ പറഞ്ഞു. So the digits are 73. When you multiply it by 10, you get a 0. You add a 0 at the end. One digit after decimal point. So last na oru digit inde mumbile decimal point. So we get the answer as 73.0. But since 0.00 മാത്രം ഉള്ളതുകൊണ്ട് we can write it as 73 alone. 73 മാത്രമായിട്ട് എഴുതാം. But since I'm going to make another point, I'll just put ഇവിടെ ഇതിനെ ഇങ്ങനെ തന്നെ ഇടാൻ പോവാണ്. Now 49.76 into 10. Let's consider the digits 4, 9, 7, 6 into 10 ചെയ്തപ്പോൾ 0 add ചെയ്തു. 2 digits after decimal place. ഇവിടെ വന്നു അല്ലേ. So the answer that we got was 497.6. Now listen carefully children. ഇവിടെ നമ്മൾ 15.02 into 10 ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 150.2 കിട്ടി അല്ലേ. 150.2. ജസ്റ്റ് ഇമാജിൻ ഈ ഡെസിമൽ പോയിന്റിനെ ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പൊ എത്രയാ ആൻസർ കിട്ടുക? ഈ ആൻസർ അല്ലേ. ഇവിടുത്തെ ഡെസിമൽ പോയിന്റിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഒരു പ്ലേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു.
അപ്പൊ ഇത്ര ആൻസർ കിട്ടിയത് 150.2. സിമിലർലി ഇവിടെ വന്നപ്പോ ഈ ഡെസിമൽ പോയിന്റിനെ ഇവിടുന്ന് മാറ്റിയിട്ട് ഇവിടെ കിട്ടു. ഇവിടെ ഡിജിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0.0. So you get 73.0. Similarly, coming to this 497 49.76 into 10 ചെയ്യാനായിട്ട് ഈ ഡെസിമൽ പോയിന്റിനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. 1 പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എത്രയാവും? 497.6. അതാണോ ആൻസർ കിട്ടിയത്? യെസ് അല്ലേ? So when you multiply a decimal number by 10, എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിന്റിനെ 1 പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഡെസിമൽ പോയിന്റിനെ 1 പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ 19.76 into 10 ചെയ്യണം എന്ന് വിചാരിക്കുക. എന്ത് ചെയ്താൽ മതി? ഈ ഡെസിമൽ പോയിന്റിനെ ഒരു പ്ലേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. The answer that you get is 197.6. നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്ന്. ഇൻറ്റു 10 ചെയ്താൽ ഇത് എത്രയാ വരിക? ദിസ് ഇസ് സെയിം ആസ് it's equal to 19.760 അല്ലേ? 2 digits after decimal place 1 2 ഇവിടെ പോയിന്റ് ഇട്ടു. ഈ 0 കൺസിഡർ ചെയ്യണ്ടെന്ന് പറഞ്ഞു അല്ലേ? കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 197.6. സോ ഇൻറ്റു 10 ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ ഡെസിമൽ പ്ലേസിനെ ജസ്റ്റ് ഒരു പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോ തന്നിരിക്കുന്ന നമ്പർ 44.1 ആണോ എന്ന് വിചാരിക്കുക. അപ്പൊ ഇൻറ്റു 10 ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡെസിമൽ പോയിന്റിനെ ഒരു പ്ലേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. സോ ദി ആൻസർ ദാറ്റ് യു ഗെറ്റ് ഇസ് 441 പോയിന്റ്. ഇവിടെ ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് യു കെൻ പുട്ട് എ 0. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഡെസിമൽ പോയിന്റ് ഇടാണ്ടിരുന്നു. Hope this is clear, children. Now let us look at some more examples. 27.82 into 10. എന്ത് ചെയ്താൽ മതി? ഈ ഡെസിമൽ പോയിന്റിനെ ഒരു പ്ലേസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. What is the answer that you get? 278.2. ഇന്നലെ പറഞ്ഞ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 7 8 2 0 എന്നിട്ട് 2 പ്ലേസസ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് വരുന്നത് പോലെ ഡെസിമൽ പോയിന്റ്. ലാസ്റ്റ് 0 എന്നാ കൺസിഡർ ചെയ്യേണ്ട. യു ഗെറ്റ് ദ സെയിം ആൻസർ. Hope this is clear, children. Now ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പ്ലേസിനെ ഷിഫ്റ്റ് ദ ഡെസിമൽ പോയിന്റ് 1 place to the right. 1 0 4 4 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടു. നോ മോർ ഡിജിറ്റ്സ്. അതുകൊണ്ട് 0.0 ഇടാം. ഇല്ലെങ്കിൽ ഐ കെൻ ജസ്റ്റ് ലീവ് ഇറ്റ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് കാണണം എന്നുണ്ടെങ്കിൽ ഐ കെൻ റൈറ്റ് ദിസ് ഇസ് 1044.0 or I can just leave this as 1044. Let's look at one more example. 987.352 into 10 ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റിനെ 1 പ്ലേസിലേക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. So this is same as 987.352.
അടുത്ത ഡിജിറ്റും കൂടി കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. 3.5. ഡെസിമൽ പോയിന്റിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടുത്ത ഡിജിറ്റും കൂടി കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. So 9873.52. Hope this is clear to you children. Now let us look at multiplication of decimal numbers by 100. അപ്പോ into 10 ചെയ്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഡെസിമൽ പോയിന്റിനെ ഒരു പ്ലേസിലേക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. Now when you multiply by 100, what we have to do is we have to shift the decimal point 2 places to the right. അതായത് ഇവിടുന്ന് 2 പ്ലേസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. This is same as ആദ്യം into 100 ചെയ്യാന്ന് വിചാരിക്കുക. 1007.6 into 100 is we add 2 zeros at the end, 2 digits after the decimal point, അല്ലേ? So 1, 2, ഇവിടെ decimal point ഇട്ടു. This is same as 10,076.00. ഈ zeros consider ചെയ്യണമെന്നില്ല. This is same as ഈ decimal pointനെ 2 places to the right ലേക്ക് shift ചെയ്തു. Now coming to this, here again if you shift into 100 ചെയ്യുമ്പോൾ shift the decimal places 2 points to the right. അതായത് 8 കഴിഞ്ഞിട്ട് decimal point ഇടണം. അപ്പോൾ എത്ര ആൻസർ കിട്ടുക? 0, 0, 8.00. നമുക്കറിയാം ഇവിടെ സീറോസ് വന്നാൽ അതിന് വാല്യൂ ഇല്ല. ഡെസിമൽ പോയിന്റിന് മുമ്പ് വരുന്ന ഫ്രണ്ടിൽ വരുന്ന സീറോസിന് വാല്യൂ ഇല്ല. അതുകൊണ്ട് യു ക്യാൻ write this as 8.00 എന്ന് എഴുതാം. Similarly, as mentioned, decimal point കഴിഞ്ഞിട്ട് എല്ലാം zeros ആണെന്നുണ്ടെങ്കിൽ ഇതിനും വാല്യൂ ഇല്ല. So we can neglect these zeros. ഈ zeros വേണ്ടാന്ന് വെക്കാം. So the answer that you get is 8. അങ്ങനെ തന്നെയാണോ കിട്ടണതെന്ന് let's see. Into 100 ചെയ്താൽ 0, 0, 8, 2 zeros ആഡ് ചെയ്തു അല്ലേ? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 places എന്ന് പറയുമ്പോൾ ഇവിടെ വരും. It's the same answer. This is equal to 8. Now coming to this 1.0652 into 100. അപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്ന ഡെസിമൽ പോയിന്റിനേക്കാളും 2 പ്ലേസസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പൊ ഇവിടെ വരുമ്പോൾ എവിടെ ഇടുക? 6 കഴിഞ്ഞിട്ട്. So the answer that we get will be 106.52. Now coming to this, shift the decimal point to 2 places to the right. ഇപ്പോൾ ഉള്ള ഡെസിമൽ പോയിന്റിന് 2 places റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ 3, 5 കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇടുക. So the answer that you get will be 5,835.6. So when you multiply a number, decimal number by 100, എന്ത് ചെയ്താൽ മതി? ഡെസിമൽ പോയിന്റിനെ 2 പ്ലേസസ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. When you multiply by 10, shift the decimal point 1 place to the right. ഇനി into 100 ചെയ്താൽ shift the decimal point 2 places to the right. ഇനി 1.3 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 places റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒന്നുമില്ല അല്ലേ? So you can take this as 1.30. 2 places to the റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ 130. I'll repeat this in the next class. I hope all the others are clear to you children. In case if you have any doubts, please do post it in the screen. With that, I'll stop my today's session. Thank you.
and take care.